അമേരിക്കയിലെ ബാൾട്ടിമോറിൽ അപകടത്തിൽപ്പെട്ട് ചരക്ക് കപ്പലിലുണ്ടായിരുന്ന 22 ജീവനക്കാർ ഇന്ത്യക്കാരെന്ന് സൂചന. രാജേഷ് ഉണ്ണി എന്ന മലയാളിയുടെ സൈനജി മറൈൻ എന്ന ഗ്രൂപ്പാണ് കപ്പൽ മാനേജ് ചെയ്യുന്നത്. കൊളംബോയിലേക്ക് ചരക്ക് കൊണ്ടുപോകാൻ വൻകിട ഗ്രൂപ്പായ മേഴ്സ്ക് ആണ് ഈ കപ്പൽ ചാർട്ടർ ചെയ്തത്. മധു കൊട്ടാരക്കര വിവരങ്ങളുമായി. മധു, ഇതിൽ ജീവനക്കാർ ഇന്ത്യക്കാർ എന്ന് പറയുമ്പോൾ അതിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ഇതിലെ ജീവനക്കാര് മുഴുവൻ പേരും ഇന്ത്യക്കാരാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 18-20ഓളം പേർ മലയാളികളാണെന്നും പറയപ്പെടുന്നുണ്ട്. അനുജ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയാളിയായ രാജേഷ് ഉണ്ണിയുടെ മാനേജ്മെന്റ് കമ്പനിയാണ് ഈ കപ്പലുകളുടെ ഈ നിയന്ത്രിക്കുന്നതും ഒക്കെ. അവർക്ക് ഏതാണ്ട് 300-ൽ പരം കപ്പലുകളുടെ മാനേജ്മെന്റ് ഈ കമ്പനി സിനർജി ഗ്രൂപ്പാണ് ചെയ്യുന്നത്. എന്നാൽ കപ്പലിന്റെ ഉടമസ്ഥാവകാശം സിംഗപ്പൂർ ബേസ് ചെയ്തിട്ടുള്ള ഗെയ്സ് ഓഷൻ എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇന്ന് പുലർച്ചെ പ്രാദേശിക സമയം 1:30 കൂടിയാണ് ഈ ചരക്ക് കപ്പൽ ഈ പാലം, ബാൾട്ടിമോറിലെ പാലം തകർത്തത്. 7 പേർക്കായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. 2 പേരെയാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ ഒരാളുടെ അവസ്ഥ ഗുരുതരമാണ്. അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് ഉറപ്പായിട്ടും മരണസംഖ്യ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഈ ഭീകര ആക്രമണം ആ രീതിയിലുള്ളതൊക്കെ രഹസ്യാന്വേഷണ ഏജൻസികളും പോലീസും ഒക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് ബൈഡനെ ഈ വിവരങ്ങൾ അറിയിച്ചിട്ടുമുണ്ട്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ വേലിയേറ്റവും ഈ ഡീസൽ വെള്ളത്തിൽ കലർന്നതുമൊക്കെ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നേരിടുകയും ചെയ്യുന്നുണ്ട്. അനുജ, അമേരിക്കയിൽ ബാൾട്ടിമോറിൽ അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിലുണ്ടായിരുന്ന 22 ജീവനക്കാർ ഇന്ത്യക്കാരാണ് എന്ന വിവരമാണ് പുറത്തുവന്നത്.